നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ഇന്നത്തെ ഈ ഡോക്ടേഴ്സിനെ ഈ വർഷത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് അമീർ ഷരീഫാണ്. അമീർ ഷരീഫിന്റെ നേതൃത്വത്തിലാണ് ഈ വർഷം ഞങ്ങൾ പ്രവർത്തനം തുടങ്ങുന്നത്. ഏറ്റവും നല്ല തുടക്കമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഇന്നലെ വരെ 12 മണി വരെ ഞാൻ പ്രസിഡന്റ്. അതിനുശേഷം ഞാൻ ഇമ്മീഡിയറ്റ് ക്ലാസ് പ്രസിഡന്റ് ആയിട്ട് മാറി. ഇന്ന് രാവിലെ മുതൽ അമീനുണ്ട്. അപ്പൊ അമീനോട് ചേർന്ന് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ എനിക്കും ലഭിച്ച അവസരത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ആക്ച്വലി ഈ സെയിം പ്രോജക്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തത് കുണ്ട്ര താലൂക്ക് ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ എല്ലാ ഡോക്ടേഴ്സിനെയും ആദരിച്ച് വലിയൊരു പ്രോജക്ട് ഞങ്ങൾക്ക് അന്നും അവിടെ ചെയ്യാൻ പറ്റി. ഡോക്ടേഴ്സ് ഡേ ദിനത്തില് നമ്മൾ ആദരിക്കാനായിട്ട് ക്ഷണിച്ച 5 ഡോക്ടേഴ്സിന് 4 പേര് വനിതകളാണ്. കാരണം ഞങ്ങൾ 21-ാം തീയതി ഞങ്ങൾ ഇൻസ്റ്റലേഷൻ നടന്നു പാലായിൽ വെച്ചിട്ട് കഴിഞ്ഞ 2 ദിവസം മുന്നേ. അപ്പം അതിനകത്ത് അതിന് ചരിത്രപരമായ വർഷം എന്ന് പറയുന്ന കാര്യം അന്നേരം കേരള ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ ഗവർണറാണ്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അതിൽ പുരുഷ കേന്ദ്രീയ ഒരു സംഘടനയെന്നൊരു ലേഖനം അറിയപ്പെടുന്നത്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തപ്പെട്ട് ഈ വർഷം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡിസ്ട്രിക്റ്റിനെ വഹിക്കുന്നത് ഒരു വനിതയാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ആവശ്യമായിട്ട് 4 വനിതാ ഡോക്ടേഴ്സിനെയാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ഒപ്പം വിമൻ ഡോക്ടറുണ്ട്. അപ്പൊ അത് വലിയൊരു സന്തോഷം നൽകുന്നത് നമുക്ക് ഞങ്ങളുടെ പ്രോജക്റ്റുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് അതെടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ റോട്ടറി എന്ന പ്രസ്ഥാനത്തെ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഞാൻ ഈ 2025-26 വർഷത്തെ റോട്ടറി കൊണ്ട് മെട്രോയും നയിക്കാനായിട്ട് എന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. അത് ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ, അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡേ, അതുപോലെ തന്നെ റോട്ടറിയുടെ ന്യൂ ഇയർ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് റോട്ടറി ഇയർ എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇങ്ങനെ ഒരു സർവീസ് പ്രോജക്റ്റിന് തുടങ്ങാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം നമ്മള് സമൂഹത്തിലെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് താഴെ ലെവലിൽ വരുന്ന ആളുകളാണ് ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റി സർവീസ് കൂടുതലും യൂസ് ചെയ്യുന്നത്, ഇതുപോലുള്ള ഹോസ്പിറ്റൽസ്. അങ്ങനെ അപ്പൊ യഥാർത്ഥ റിയൽ ഹീറോസ് ആയിട്ട് നിങ്ങളെ തന്നെയാണ് നിങ്ങൾക്ക് ആദരിക്കേണ്ടതും നിങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. കാര്യം അർഹിക്കുന്ന അംഗീകാരം പലപ്പോഴും ഇതുപോലുള്ള പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിലെ ഡോക്ടേഴ്സിന് ലഭിക്കാറില്ല. അപ്പൊ ഇതുപോലെയുള്ള അതോടൊപ്പം ഞങ്ങളുടെ ഈ വർഷത്തെ സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം ഇന്ന് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ റോട്ടറി ക്ലബ് ഓഫ് കൊല്ലം മെട്രോ കഴിഞ്ഞ് നമ്മള് ഇന്നൊരു വീൽ ചെയറും അതുപോലെ തന്നെ ഇവിടുത്തെ കിടപ്പ് രോഗികളില്ല എങ്കിൽ പോലും 10 ബെഡ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഒരു അതിലേക്കുള്ള ബെഡ്ഷീറ്റ് നമ്മൾ ഇന്ന് ഇവിടെ കരുതിയിട്ടുണ്ട്. ഇതിനൊക്കെയായിട്ട് ഇപ്പൊ അടിസ്ഥാന സൗകര്യവും വികസനത്തിനും മറ്റ് കമ്മ്യൂണിറ്റി സർവീസസിനും ഒക്കെയാണ് റോട്ടറി കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. സർവീസ് എബോവ് സെൽഫ് എന്ന ഞങ്ങളുടെ മോട്ടോയും ഞങ്ങളുടെ വിഷയമൊക്കെ സർവീസ് റിലേറ്റഡ് ആണ്. തീർച്ചയായും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഇന്ന് ആരംഭിക്കുന്നത്. നിങ്ങൾ സർവീസിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഏതായാലും ഒരുപാട് സംസാരിച്ച് സമയങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നതാണ് അറിയാം. സേവനങ്ങൾ കൊടുക്കുന്നത് എല്ലാമായ നമ്മുടെ ആതുരസേവന രംഗത്ത് ഏറ്റവും കൂടുതൽ മാതൃകയായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർമാർ. ഇവിടെ ഡിഗ്രി രംഗത്ത് ഡോക്ടറായിട്ട് അവര് സമൂഹത്തിന് സേവനം ചെയ്യണമെന്നുള്ള ഒരു ഉദാഹരണ മനസ്കാരമുള്ളതുകൊണ്ടാണ് അവര് പൈസയുടെ പുറകെ പോവാതെ ഈ ഗവൺമെന്റ് സർവീസ് തിരഞ്ഞെടുത്ത് കൂടുതൽ ഡോക്ടർമാരും തരുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഇവിടെ ചീഫ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. പൈസയുടെ പുറകെ ഇവർക്കിപ്പം മഹാരാഷ്ട്ര ഗവൺമെന്റിനെ കഴിഞ്ഞ ഒരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് 2 വർഷം ഇല്ലായിരുന്നു. എന്നിട്ട് വീണ്ടും ഇൻഡസ്ട്രി വളരെ നല്ല രീതിയിൽ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ കൊറോണ സമയത്തൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് പ്രതിരോധ അടയ്ക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കരമായ വിഷയങ്ങളായിരുന്നു. എല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് വളരെ എല്ലാവർക്കും കൊല്ലം കോർപ്പറേഷൻ തന്നെ മാതൃകയാവുന്ന രീതിയിൽ നമ്മുടെ കോവിഡ് വാക്സിനേഷൻ എടുത്തത് വേഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ നടത്തിയത്. അതിനൊക്കെ വളരെ ഇപ്പം ഓർക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. നമ്മൾ ഒരുപാട് എല്ലാവരും കിടന്ന് ഓടി വളരെ സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഡോക്ടറൊക്കെ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. ഹോസ്പിറ്റലാണ് ശ്വാസം പിടിച്ചാണ് ഞാൻ അവിടെ കഴിഞ്ഞത്. അങ്ങനെയുള്ളൊരു വലിയ സെറ്റപ്പ് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ലെവലിലെ ഒരു ഫീൽഡ് തലത്തില്
അതുകൊണ്ടാണ് നമ്മൾ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ആ ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് അവിടെ ഒരു സൂപ്രണ്ടിന്റെ പോസ്റ്റ് ഇരിക്കുമ്പോഴത്തേക്ക് കിട്ടത്തില്ല. അപ്പം ആ ഒരു രീതിയിൽ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡോക്ടേഴ്സ് ഡേയുടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനോടുള്ള മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉപരി ഈ ഒരു ദിവസം ഞങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളോട് ഒരു നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് ഒരു വീൽ ചെയറും നമുക്ക് വളരെ അത്യാവശ്യമായിട്ടിരിക്കുന്ന ബെഡ്ഷീറ്റുകളും നൽകാൻ തീരുമാനിച്ചതിനും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിലുള്ള ഒരു നന്ദി അറിയിക്കുന്നു. എന്താ ഡോക്ടേഴ്സിന്റെ മെസ്സേജ്? ഇപ്പം അനീഷ് സാറ് പറഞ്ഞതുപോലെ ഒരുപാട് നമ്മള് പണ്ടൊക്കെ ഞാൻ ശരിക്കും എന്റെ അച്ഛന്റെ ആഗ്രഹത്തിലാണ് ഡോക്ടറായത്. എനിക്ക് എഞ്ചിനീയർ ആവാനായിരുന്നു താല്പര്യം. എന്റെ 2 മക്കളും എഞ്ചിനീയർമാരാണ്. അവരെ അവരുടെ ഇഷ്ടത്തിന് കിട്ടുന്നതാണ്. അപ്പം അന്നൊക്കെ ഡോക്ടർമാരെന്ന് പറഞ്ഞ ദൈവം എന്നുള്ള രീതിയിൽ കാണുന്നതാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. കാരണം ഇന്നിപ്പോ ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നപ്പം റേഡിയോ ബെൻസൂർ കേൾക്കൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അതിനകത്ത് ആശംസകൾ പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതില് പലരും വിളിച്ചിട്ട് പല ഡോക്ടേഴ്സിന്റെ പേര് പറഞ്ഞ് അവർക്ക് ആശംസകൾ പറയുന്നുണ്ട്. ഡോക്ടേഴ്സ് മെസ്സേജ് പറയുന്നതോടൊപ്പം തന്നെ പേരുകളും പറഞ്ഞിട്ട് ആ ഡോക്ടർക്ക് ആശംസ എന്നൊക്കെ പറയുന്നത്. അപ്പം പലരുടെയും മനസ്സില് പല ഡോക്ടേഴ്സും അങ്ങനെ ദൈവതുല്യതയായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളത് ആ ഒരു അറിവെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. പുറമേ എല്ലാവരും കാണുന്നത് പോലുള്ള വളരെ സുന്ദരമായ ഒരു ജീവിതമൊന്നും അല്ല. ഡോക്ടേഴ്സ് പലപ്പോഴും എല്ലാവർക്കും കാണുമ്പോഴത്തേക്ക് ആ ഒരു ഫിനാൻഷ്യലി അവര് സൗണ്ട് ആണ് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ ആ ഫിനാൻഷ്യലി സൗണ്ട് ആകാൻ വേണ്ടിയിട്ട് അവർ സാക്രിഫൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് അവരുടെ ലൈഫ് തന്നെയാണ്. ഫാമിലി, സെൽഫ്, അവരുടെ സ്വന്തം കാര്യങ്ങളും ഫാമിലിയും എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് അവരെത്തുന്നത്. അപ്പം ഇന്ന് രാവിലെ ഞാൻ സാധാരണ ഈ വാട്സപ്പിൽ അങ്ങനെ മെസ്സേജ് ഒന്നും ഇടുന്ന കൂട്ടത്തിലല്ല. പക്ഷെ ഇന്ന് രാവിലെ എന്തോ എനിക്ക് തോന്നി, ഞങ്ങളുടെ ബാച്ചിന്റെ ഗ്രൂപ്പുണ്ട്. അപ്പൊ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇടണമെന്ന് രാവിലെ എനിക്ക് തോന്നി. ഞാൻ അവർക്കിട്ട എന്റെ ഫ്രണ്ട്സിന്, എന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഞാനിട്ടൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും സമയം കണ്ടെത്തുക, ബി ഹാപ്പി ആൻഡ് ഹെൽത്തി എന്നുള്ളതാണ്. എല്ലാ ഡോക്ടേഴ്സിനോടും എനിക്കും പറയാനുള്ളത് അതാണ്. നമ്മൾക്ക് വേണ്ടി നമ്മൾ പലതിനും പുറകെ പായുമ്പോഴും നമ്മൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും കുറച്ച് സമയമെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. അതോടൊപ്പം നമ്മളൊരു യാതൊരു സാമ്പത്തികമായ പ്രതീക്ഷയില്ലാതെ നമ്മളത് കൊടുക്കുക, അവർക്ക് സേവനം കൊടുക്കുക. നമുക്ക് തീർച്ചയായിട്ടും തിരിച്ച് അവർക്ക് നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയിരിക്കും. പറയുന്നത് സർവീസ് എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ പ്രതികരിക്കുന്നതാണ് എന്ന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സിനെ പോലെയുള്ള അതോടൊപ്പം തന്നെ നമുക്കറിയാം, നിങ്ങൾ ഡോക്ടറൊക്കെ പറഞ്ഞതുപോലെ ഒരു സമയങ്ങളിൽ അപ്പുറം ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ് ഡോക്ടർമാർ. ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച്, ഫാമിലിയെ പോലും സഹിച്ച്, അല്ലെങ്കിൽ ഫാമിലിയെ പോലും അതോടൊപ്പം പോലും ചെലവഴിക്കാതെ ഈ സമൂഹത്തിന് ആശയം അല്ലെങ്കിൽ അവരുടെ വേദന സൂചിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ നല്ല മെസ്സേജ് ഡോക്ടർ തന്നത്. നമുക്ക് നമ്മുടെ സമൂഹത്തെ സേവിക്കുന്നതോടൊപ്പം തന്നെ യാതൊരു പ്രത്യേകത കൂടാതെ സമൂഹത്തെ സേവിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ജീവിതവും കൂടി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു മെസ്സേജ്. നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കേൾക്കുന്ന സംഭവം നമ്മുടെ കൗൺസിൽ പറഞ്ഞതുപോലെ സംഭവിച്ച കേസ്, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് കഴിഞ്ഞ ഡോക്ടർ ഹാരിസ് പോലെ യൂറോ വിഭാഗം, അത് ഈ ലോകത്തോട് തന്നെ ചെയ്യാവുന്ന വലിയൊരു മെസ്സേജാണ് ഡോക്ടർ. ഞാൻ ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് എന്റെ പ്രഥമ പ്രഭാവം. നല്ലൊരു വീട് പോലും ഡോക്ടർക്കില്ല. ഡോക്ടർക്ക് എത്രമാത്രം വേദനിച്ചിട്ടായിരിക്കാം ഡോക്ടർ ഞാൻ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ആ പാതയിലൂടെ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ എല്ലാവരുമായ ആശംസകൾ കൂടുതൽ ശക്തിയോടെ മുമ്പോട്ടേക്ക് പ്രാർത്ഥിച്ചു. നന്ദി.
റോട്ടറി ക്ലബ് ഓഫ് കൊല്ലം മെട്രോയുടെ ഈ വർഷത്തെ സർവീസ് പ്രോജക്റ്റുകളിൽ തുടക്കം കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ ഹരീഷ് കുമാർ അവർക്ക് ജൂലൈ നാഷണൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡേ ആണ്. കഠിനാധ്വാനത്തിന് നീതിയോടുള്ള നിഷ്ഠയുടെ സാമ്പത്തിക മാനദണ്ഡങ്ങളോടുള്ള കൃത്യതയും സമൂഹത്തിലും രാജ്യവും സംഭാവന നൽകിയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. സോ റോട്ടറി ജോലികൾ കേട്ടുള്ള നന്ദി ആശംസയും ഈ അവസരത്തിൽ അറിയിച്ചു.